നമസ്കാരം. എല്ലാവർക്കും വിസ്റ്റം കോളേജിന്റെ ഓൺലൈൻ ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. എന്റെ പേര് രാഹുൽ രാജ്. നമ്മൾ 9ാം ക്ലാസ്സിന്റെ ബാക്കി ഭാഗമാണ്, 9ാം ക്ലാസ് ജോഗ്രഫിയുടെ ബാക്കി ഭാഗമാണ് നമ്മളിന്ന് പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രൂപത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിൽ മേഘങ്ങളെ തരംതിരിച്ചതായിട്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. മേഘങ്ങളെ അല്ലെങ്കിൽ ക്ലൗഡ്സിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്തിരുന്നു. എന്നാൽ സ്ട്രക്ചറിന്റെ അടിസ്ഥാനത്തിലായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്ത് ചെയ്തത് പറഞ്ഞത്. എന്നാൽ ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ചോണം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ പറയുന്ന മേഘങ്ങളെ അല്ലെങ്കിൽ ക്ലൗഡ്സിനെ നമ്മൾ പിന്നെയും 4ആയിട്ട് തിരിച്ചിരിക്കുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഉയരം. ശ്രദ്ധിച്ചോണം. ഉയരം അല്ലെങ്കിൽ ഹൈറ്റിന്റെ അടിസ്ഥാനത്തിൽ. എന്തിന്റെ അടിസ്ഥാനത്തിൽ? ഹൈറ്റിന്റെ അടിസ്ഥാനത്തിൽ. അപ്പൊ ഇവിടെ പറയുന്നു ഹൈറ്റിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മേഘങ്ങളെ 4ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ശ്രദ്ധിച്ചോണം. ഹൈറ്റിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? മേഘങ്ങൾ അല്ലെങ്കിൽ ക്ലൗഡ്സിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് നോക്കാം. ശ്രദ്ധിച്ചോണം. ഒന്നെന്ന് പറയുന്നത് ഹൈ ക്ലൗഡ്സ്. എന്തായിരുന്നു? ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഹൈ ക്ലൗഡ്സ്. അപ്പൊ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ. ശ്രദ്ധിച്ചോണേ. ഏറ്റവും ഉയരത്തിൽ, ആകാശത്തില് ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ നമുക്ക് പറയാം. വളരെ ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ. വളരെ ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ. അങ്ങനെയുള്ള മേഘങ്ങളാണ് നമ്മൾ പറയുന്നു ഹൈ ക്ലൗഡ്സ് അല്ലേ. ശ്രദ്ധിച്ചോണം. അപ്പോ വളരെ ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് നമ്മൾ ആദ്യം പറഞ്ഞ ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഘം എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചോണം. അല്ലെങ്കിൽ നമ്മൾ ഹൈ ക്ലൗഡ്സ് എന്ന് പറയുന്നു. ഇനി ഇത് എത്ര മീറ്റർ ഉയരത്തിൽ, എത്ര ഉയരത്തിലാണ് നിൽക്കുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ശ്രദ്ധിച്ചോണം. 20,000 മുതൽ 40,000 ഫീറ്റ്. ഫീറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടി അല്ലെ. എന്താണ്? അടി. 20,000 മുതൽ 40,000 അടി വരെ അത്രയും ഉയരത്തിലാണ് ആര് നിൽക്കുന്നത്? ഹൈ ക്ലൗഡ്സ് അല്ലെങ്കിൽ ഉയരത്തിലുള്ള മേഘങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് ഹൈ ക്ലൗഡ്സ് അല്ലെങ്കിൽ വളരെ ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ. അപ്പോ വളരെ ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ ശരിക്കും എത്ര ഉയരത്തിൽ, എത്ര ഹൈറ്റിൽ കാണപ്പെടുന്നു എന്നാണ് ഇവിടെ പറഞ്ഞത്? 20,000 മുതൽ 40,000 ഫീറ്റ്, 40,000 അടി വരെ ഉയരത്തിൽ കാണപ്പെടുന്നു എന്ന് പറഞ്ഞു അല്ലെ. രണ്ടാമത് നമ്മൾ പറയുന്നത് ഓൾറെഡി നമുക്ക് എന്താണ് ചിന്തിക്കാവുന്നേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം എന്തായിരുന്നു? മീഡിയം ക്ലൗഡ്സ് അല്ലെങ്കിൽ മധ്യമേഘങ്ങൾ. എന്തായിരുന്നു? മധ്യമേഘങ്ങൾ. എന്തായിരുന്നു മധ്യമേഘങ്ങൾ എന്ന് ശ്രദ്ധിച്ചോണം. നമ്മളിവിടെ പറയുന്നു അതായത് ഏറ്റവും ഉയരത്തിൽ കാണപ്പെടുന്നതിന് തൊട്ട് താഴെ വരുന്ന ഒരു മീഡിയം റേഞ്ചിൽ കാണപ്പെടുന്ന അല്ലെ, അങ്ങനെയുള്ള മേഖലയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? മധ്യമേഘങ്ങൾ അല്ലെങ്കിൽ മീഡിയം ക്ലൗഡ്സ് എന്ന് പറയുന്നു. ഈ മീഡിയം ക്ലൗഡ്സ് എത്ര ഉയരത്തിലാണ് കാണപ്പെടുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 7,000 ഫീറ്റ് മുതൽ, ശ്രദ്ധിച്ചോണേ, 7,000 ഫീറ്റ് മുതൽ 20,000 ഫീറ്റ് വരെ, 20,000 ഫീറ്റ് വരെ, 7,000 അടി മുതൽ 20,000 അടി വരെ, അതിനിടയിലാണ് ആര് കാണപ്പെടുന്നത്? മധ്യമേഘങ്ങൾ അല്ലെങ്കിൽ മീഡിയം ക്ലൗഡ്സ് കാണപ്പെടുന്നത്. എന്നാൽ 20,000 മുതൽ 40,000 വരെ കാണപ്പെടുന്ന അത്രയും ഏരിയയിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നു? ഹൈ ക്ലൗഡ്സ് അല്ലെങ്കിൽ വളരെ ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ എന്ന് നമ്മൾ പറയുന്നു. ഇനി നമ്മള് മൂന്നാമത്തെ തരത്തിലുള്ള മേഘങ്ങൾ നോക്കാം. എന്താണ്? ഇനി നമ്മള് മൂന്നാമത്തെ ടൈപ്പ് മേഘങ്ങൾ നോക്കാം. ഇതിനെയാണ് പറയുന്നു ലോ ക്ലൗഡ്സ്. എന്തായിരുന്നു? ലോ ക്ലൗഡ്സ് അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാൻ എന്താണ്? താഴ്ന്ന മേഘങ്ങൾ. താഴ്ന്ന മേഘങ്ങൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഏറ്റവും താഴ്ന്ന പ്രദേശത്ത് അല്ലെങ്കിൽ ഏറ്റവും അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴ്ന്ന ഭാഗങ്ങളിൽ കാണപ്പെടുന്ന മേഘങ്ങളായിരിക്കും എന്തെന്ന് പറയുന്നത്? ലോ ക്ലൗഡ്സ് അല്ലെങ്കിൽ താഴ്ന്ന മേഘങ്ങൾ. ഇവരെത്ര ഹൈറ്റിന് അകത്താണ് നിൽക്കുന്നത്? ശ്രദ്ധിച്ചോണേ. 7,000 അടിക്ക് അകത്ത്. ശ്രദ്ധിച്ചോണേ. 7,000 ഫീറ്റിന് 7,000 ഫീറ്റിന് അകത്താണ് ആര് കാണപ്പെടുന്നത്? ഈ പറയുന്ന താഴ്ന്ന മേഘങ്ങൾ കാണപ്പെടുന്നത്. നാലാമതൊരു തരത്തിലുള്ള മേഘങ്ങളുണ്ട്. ശ്രദ്ധിച്ചോളുക. ക്ലൗഡ്സ് വിത്ത് ലാർജ് വെർട്ടിക്കൽ എക്സ്റ്റെന്റ്. എന്തായിരുന്നു? ക്ലൗഡ്സ് വിത്ത് ലാർജ് വെർട്ടിക്കൽ എക്സ്റ്റെന്റ്, അല്ലെങ്കിൽ നമുക്ക് മലയാളത്തിൽ പറയാം കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ള മേഘങ്ങൾ. എങ്ങനെയായിരുന്നു? കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ള മേഘങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് പറയാം ക്ലൗഡ്സ് വിത്ത് ലാർജ് വെർട്ടിക്കൽ എക്സ്റ്റെന്റ്. വെർട്ടിക്കൽ എക്സ്റ്റെന്റ് എന്ന് പറയുമ്പോൾ എന്തായിരുന്നു? ലംബമായിട്ട് അല്ലെ, ഉയരങ്ങളിലേക്ക് വ്യാപിക്കുന്നു. ഉയരങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ള മേഘങ്ങളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നു? ക്ലൗഡ്സ് വിത്ത് ലാർജ് വെർട്ടിക്കൽ എക്സ്റ്റെന്റ് അല്ലെങ്കിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ള മേഘങ്ങൾ. ഇവർ എത്ര ഫീറ്റിനകത്ത് കാണപ്പെടുന്നു? 2,000 ഫീറ്റ് മുതൽ അല്ലെങ്കിൽ 2,000 അടി മുതൽ 30,000 ഫീറ്റ് വരെ അല്ലെങ്കിൽ 30,000 അടി വരെ ആരെ കാണപ്പെടാം? ഈ പറയുന്ന ക്ലൗഡ്സ് വിത്ത് ലാർജ് വെർട്ടിക്കൽ എക്സ്റ്റെന്റ് അല്ലെങ്കിൽ കൂടുതൽ ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങളെ നമുക്ക് 2,000നും 30,000 ഫീറ്റിനും അല്ലെങ്കിൽ അടിക്കും ഇടയിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. പ്രധാനമായിട്ടും നമ്മൾ ഉയരത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഹൈറ്റിന്റെ ബേസിൽ എന്ത് ചെയ്തു? മേഘങ്ങളെ 4ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയായിരുന്നു? ഹൈ ക്ലൗഡ്സ് അല്ലെങ്കിൽ വളരെ ഉയരത്തിൽ കാണപ്പെടുന്ന മേഘങ്ങൾ, മീഡിയം ക്ലൗഡ്സ് അല്ലെങ്കിൽ മധ്യമേഘങ്ങൾ, ലോ ക്ലൗഡ്സ് അല്ലെങ്കിൽ താഴ്ന്ന മേഘങ്ങൾ. നാലാമത് പറഞ്ഞതായിരുന്നു ക്ലൗഡ്സ് വിത്ത് ലാർജ് വെർട്ടിക്കൽ എക്സ്റ്റെന്റ് അല്ലെങ്കിൽ കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിച്ചിട്ടുള്ള മേഘങ്ങൾ. അപ്പൊ ഈ പറയുന്ന 4 തരത്തിലുള്ള മേഘങ്ങളും ഇമ്പോർട്ടന്റ് ആണ്. ഇതുകൂടി പഠിച്ചു വയ്ക്കുക. കണ്ടൻസേഷൻ ഫോംസ് അല്ലെങ്കിൽ ഘനീകരണ രൂപങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഈ പറയുന്ന ഘനീകരണ രൂപമായിട്ടുള്ള മേഘങ്ങൾ എന്താണെന്നുള്ള കാര്യവും വിവിധ തരത്തിലുള്ള മേഘങ്ങൾ ഏതൊക്കെയാണെന്നുള്ള കാര്യം നമ്മളിപ്പോ പറഞ്ഞു കഴിഞ്ഞു. ഇനി പറയാൻ പോകുന്നത് ലാസ്റ്റ് ഭാഗത്തിലേക്കാണ്. ശ്രദ്ധിച്ചോണം. കണ്ടൻസേഷൻ ഫോംസ് അല്ലെങ്കിൽ ഘനീകരണ രൂപങ്ങളിലെ അവസാനം പഠിക്കുന്ന രൂപം എന്ന് നമുക്ക് നോക്കാം. ഇതിനാണ് നമ്മൾ മലയാളത്തിൽ പറയുന്നു വർഷണം. എന്തെന്ന് പറയുന്നു? വർഷണം.
അപ്പോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തായിരുന്നു? വർഷണം. അല്ലെങ്കിൽ ഇവിടെ ശ്രദ്ധിച്ചോളുക, ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നു പ്രസിപ്പിറ്റേഷൻ. പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ മലയാളത്തിൽ പറയുന്നത് എന്തായിരുന്നു? വർഷണം. എന്തായിരുന്നു വർഷണം അല്ലെങ്കിൽ എന്താണ് പ്രസിപ്പിറ്റേഷൻ? അപ്പോ എന്താണ് വർഷണം എന്നുള്ളൊരു കാര്യം നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാകുന്ന കാര്യം എന്ന് പറയുന്നത്, അതായത് ഞാൻ പറഞ്ഞായിരുന്നു മേഘങ്ങൾ ഉണ്ടാകുന്നത് ഘനീകരണത്തിന്റെ ഭാഗമായിട്ടാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലെ. ഞാൻ പറഞ്ഞായിരുന്നു കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞായിരുന്നു മേഘങ്ങളിൽ ഈ പറയുന്നവർ എന്ത് ചെയ്തു? ജലകണികകൾ വന്ന് അടിയുന്നു. ജലകണികകൾ വളരെ ചെറിയ ജലകണികകൾ ആയതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നു ഇവർ മേഘങ്ങളിൽ എന്ത് ചെയ്തു തങ്ങി തങ്ങി നിൽക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. പക്ഷെ സ്ഥിരമായിട്ട് തുടർച്ചയായിട്ട് ഈ പറയുന്ന പോലെ കണ്ടൻസേഷൻ നടക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചോണം, തുടർച്ചയായിട്ട് എവിടെയാണ്? മേഘങ്ങളിൽ അല്ലെ. മേഘങ്ങളിലെ ജലകണികകൾ, ഇതാണ് ഒരു മേഘം നിങ്ങൾ വിചാരിച്ചോണം. ഈ മേഘത്തിനകത്ത് ജലകണികകൾ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പൊ ഈ ജലകണികകൾ എന്ത് ചെയ്തു? വളരെ ചെറിയ ജലകണികൾ ആയതുകൊണ്ട് ഇതിന് തീരെ ചെറിയ ജലകണികകൾ അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആയതുകൊണ്ട് തന്നെ ഇവരെന്ത് ചെയ്യും? ഈ മേഘങ്ങളിൽ തന്നെ തങ്ങി നിൽക്കും. എന്നാൽ കണ്ടൻസേഷൻ സ്ഥിരമായിട്ട് നടക്കുന്നത് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഘനീകരണം ഈ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇതിനകത്തേക്ക് കൂടുതൽ ജലകണികകൾ വരുന്നു അല്ലെ. ഇതിനകത്തേക്ക് കൂടുതൽ ജലകണികകൾ വരുന്നു. അങ്ങനെ കൂടുതൽ ജലകണികകൾ ഈ പറയുന്ന മേഘത്തിനകത്തേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു? അവിടെ ഉള്ള ജലകണികകളുടെ വലിപ്പം കൂടുന്നു. അങ്ങനെ വലിപ്പം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? മേഘത്തിനകത്തെ ജലകണികകൾ താഴേക്ക് പതിക്കുന്നു. എന്ത് ചെയ്യുന്നു? മേഘത്തിനകത്തെ ജലകണികൾ എന്ത് ചെയ്യുന്നു? ഭൂഗുരുത്വാകർഷണ ബലം അല്ലെ, ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? ഈ മേഘത്തിലുള്ള ജലം എന്ത് ചെയ്യുന്നു? ഭാരം കൂടുമ്പോ അല്ലെങ്കിൽ അവരുടെ സൈസ് കൂടുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ജലത്തുള്ളികൾ അല്ലെങ്കിൽ വാട്ടർ ഡ്രോപ്ലെറ്റ്സ് എന്ത് ചെയ്യുന്നു? താഴേക്ക് വരുന്നു. അങ്ങനെ താഴേക്ക് വരുന്ന ശ്രദ്ധിച്ചോണേ, മേഘങ്ങളിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ജലകണികകൾ എന്ത് ചെയ്യുന്നു? താഴേക്ക് പതിക്കുന്നു. ഇങ്ങനെ പതിക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നു? വർഷണം എന്ന് പറയുന്നു. ശ്രദ്ധിച്ചോണം, ഇങ്ങനെ പതിക്കുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നു? വർഷണം എന്ന് പറയുന്നു. ശ്രദ്ധിച്ചോണം, പലതരത്തിലുള്ള വർഷണങ്ങളുണ്ട്. ശ്രദ്ധിച്ചോണം. അപ്പൊ നമുക്ക് ഏറ്റവും കോമൺ ആയിട്ട് അറിയാവുന്ന വർഷണം അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? മഴയാണ്. ഏതാണ്? മഴയാണ്. അപ്പൊ നമുക്ക് പറയാം ഏറ്റവും കോമൺ ആയിട്ടുള്ള പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ വർഷണം എന്ന് പറയുന്നത് ഏതാണ്? മഴയാണ്. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്തായിരുന്നു? റെയിൻഫോൾ. എന്തായിരുന്നു? റെയിൻഫോൾ അല്ലെങ്കിൽ മഴ. അപ്പൊ മഴ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു വർഷണമാണ് അല്ലെങ്കിൽ ഒരു പ്രസിപ്പിറ്റേഷൻ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. സാധാരണ നമ്മുടെ ഈ ഭൂപ്രദേശത്തിനനുസരിച്ചൊക്കെയുള്ള കാലാവസ്ഥയ്ക്ക് അനുസരിച്ചും എന്ത് ചെയ്യുന്നു? മഴയാണ് സാധാരണയായിട്ട് നമുക്ക് ലഭിക്കാറുള്ളത്. എന്നാൽ ചില പ്രദേശങ്ങളിൽ നിങ്ങൾക്ക് അറിയാം, ചില പ്രദേശങ്ങൾ എന്ത് ചെയ്യുന്നു? അന്തരീക്ഷ താപനില 0 ഡിഗ്രി സെൽഷ്യസിനും താഴെയായിരിക്കും. ശ്രദ്ധിച്ചോണം, ചില പ്രദേശങ്ങളിൽ അന്തരീക്ഷ താപനില എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ഡിഗ്രി സെൽഷ്യസിനും താഴെയായിരിക്കും. അപ്പൊ അത്രയും താഴെ ടെമ്പറേച്ചർ വരുന്ന സമയത്ത് ഇവിടെ ഉള്ള ജലകണികകൾ ശ്രദ്ധിച്ചോണം, ഇവിടെ നിന്ന് വരുന്ന ഈ മേഘങ്ങളിൽ നിന്ന് വരുന്ന ജലകണികൾ എന്ത് ചെയ്യുന്നു? മഞ്ഞ് തുള്ളികളായിട്ട് മാറുന്നു അല്ലെങ്കിൽ മഞ്ഞ് തരികളായിട്ട് മാറുന്നു. ഇങ്ങനെ മഞ്ഞ് തരികളായിട്ട് വന്ന് വീഴുന്നതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നു? ഇങ്ങനെ മഞ്ഞ് തരികളായിട്ട് വന്ന് വീഴുന്നതിനാണ് നമ്മൾ ഇംഗ്ലീഷില് സ്നോഫോൾ അല്ലെങ്കിൽ മലയാളത്തിൽ നമ്മൾ എന്തെന്ന് പറയുന്നു? മഞ്ഞ് വീഴ്ച എന്ന് പറയുന്നു. മഞ്ഞ് വീഴ്ച. അപ്പൊ നമ്മൾ സിനിമകളൊക്കെ കാണുന്ന സമയത്ത് ഈ പറയുന്ന മഞ്ഞ് വീഴ്ച എന്താണെന്നുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് പറയാം എന്താണ്? സ്നോഫോൾ. അപ്പൊ സ്നോഫോൾ എന്തിന് എക്സാമ്പിൾ ആണ്? ഒരു വർഷണം അല്ലെങ്കിൽ ഒരു പ്രസിപ്പിറ്റേഷന് എക്സാമ്പിൾ ആണ്. ഈ ഒരു കാര്യം മറക്കുകയേ ചെയ്യരുത്. ശ്രദ്ധിച്ചോണേ, ഈ ഒരു കാര്യം മറക്കരുത്. എന്നാൽ ഏറ്റവും കോമൺ ആയിട്ടുള്ള വേറൊരു കാര്യം കൂടെ, ഈ പ്രസിപ്പിറ്റേഷൻ അല്ലെങ്കിൽ വർഷണത്തിന്റെ ഏറ്റവും കോമൺ ആയിട്ടുള്ള മറ്റൊരു രൂപം കൂടി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു സാധനമാണ്. ശ്രദ്ധിച്ചോണേ, അതായത് ഈ മേഘങ്ങളിൽ നിന്ന് താഴേക്ക് വരുന്ന ജലകണികള് അന്തരീക്ഷത്തിന്റെ ചില ലെയറുകളിൽ വെച്ച് ശ്രദ്ധിച്ചോണേ, അന്തരീക്ഷത്തിന്റെ അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിന്റെ ചില പാളികളിൽ വെച്ച് ചില ലെയറുകളിൽ വെച്ച് ആ ലെയറുകളുടെ പ്രത്യേകം എന്ന് പറയുന്നത് എന്താണ്? തണുത്തുറഞ്ഞ ലെയറുകളായിരിക്കും. അന്തരീക്ഷത്തിന്റെ ചില പാളികൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? തണുത്തുറഞ്ഞിരിക്കുന്ന നല്ല കോൾഡ് ആയിട്ടുള്ള ഫ്രീസ് ആയിട്ടുള്ള ലെയറുകളായിരിക്കും. അപ്പൊ ഇത്തരത്തിലുള്ള ലെയറുകളിലൂടെ ഈ ജലകണികകൾ എന്ത് ചെയ്യുന്നു? താഴേക്ക് വരുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം, ഇത്തരത്തിലുള്ള തണുത്തുറഞ്ഞിരിക്കുന്ന ലെയറുകളിലൂടെ തണുത്തുറഞ്ഞിരിക്കുന്ന പാളികളിലൂടെ ജലകണികൾ എന്ത് ചെയ്യുന്നു? താഴേക്ക് വരുമ്പോൾ ഈ ജലകണികൾ എന്തായിട്ട് മാറുന്നു? ഐസ് കട്ടകളായിട്ട് മാറുന്നു. എന്തായിട്ട് മാറുന്നു? ഐസ് കട്ടകളായിട്ട് മാറുന്നു. അപ്പോ ഇത് സാധാരണയായിട്ട് എന്ത് ചെയ്യുന്നു? നമ്മുടെ ഇവിടെ സംഭവിക്കാറുള്ളതാണ്. നമ്മുടെ കാലാവസ്ഥയിലൊക്കെ സംഭവിക്കാറുള്ളതാണ്. ചിലപ്പോ എപ്പോഴും അല്ല, വളരെ അപൂർവമായിട്ട് ഇങ്ങനെ സംഭവിക്കാറുണ്ട്. എവിടെ സംഭവിക്കാറുണ്ട്? നമ്മുടെ കേരളത്തിലൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോ ഇങ്ങനെ സംഭവിക്കുന്നതിന്റെ ഫലമായിട്ടാണ് എന്തുണ്ടാവുന്നു നമ്മൾ പറയുന്നത്? ആലിപ്പഴം ഉണ്ടാവുന്നു അല്ലെങ്കിൽ ആലിപ്പഴ വീഴ്ച എന്ന് പറയുന്നു. അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു ഹെയിൽ സ്റ്റോൺ. എന്തെന്ന് പറയുന്നു? ഹെയിൽ സ്റ്റോൺ അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ പറയുന്നത് എന്താണ്? ആലിപ്പഴം. അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ പറയുന്നു, മറക്കരുത്, ഹെയിൽ സ്റ്റോൺ അല്ലെങ്കിൽ ആലിപ്പഴം. എന്തായിരുന്നു? ആലിപ്പഴം. അപ്പൊ ആലിപ്പഴം എന്ന് പറയുന്നത് എന്തായിരുന്നു? ഒരു വർഷണം അല്ലെങ്കിൽ ഒരു പ്രസിപ്പിറ്റേഷന്റെ ഒരു ഫോം ആയിരുന്നു. അപ്പൊ എന്താണ് വർഷണം എന്നുള്ളൊരു കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. വർഷണത്തിന്റെ വിവിധ രൂപങ്ങൾ ഏതൊക്കെയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ പറഞ്ഞ സിമ്പിൾ ആയിട്ട് എന്താണ് വർഷണം അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത്?
ആ ജലകണികകൾ എന്ത് ചെയ്യുന്നു, തുടർച്ചയായിട്ട് ഘനീകരണം നടക്കുന്നു ഇവിടെ മേഘങ്ങളിൽ, അല്ലെ? അങ്ങനെ ഭൂഗുരുത്വാകർഷണ ബലം താങ്ങാനാവാതെ അല്ലെങ്കിൽ വെയിറ്റ് താങ്ങാനാവാതെ ഭാരം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു, ഭൂഗുരുത്വാകർഷണ ബലം സംഭവിക്കുന്നത് മൂലം എന്ത് ചെയ്യുന്നു, ഈ ജലകണികൾ എന്ത് ചെയ്യുന്നു, താഴേക്ക് പതിക്കുന്നു. ഇതിനെയാണ് നമ്മൾ വർഷണം അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നു. വർഷണത്തിന് പ്രധാനമായിട്ട് 3 പ്രധാനപ്പെട്ട രൂപങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് മഴ അല്ലെങ്കിൽ റെയിൻഫാള്. ഇനി 0 ഡിഗ്രി സെൽഷ്യസിന് താഴെയാണ് അന്തരീക്ഷ താപനിലയെങ്കിൽ എന്ത് ചെയ്യുന്നു, അങ്ങനെയുള്ള പ്രദേശങ്ങളിൽ മഴയ്ക്ക് പകരം എന്താണ് ഉണ്ടാകുന്നത്, മഞ്ഞുവീഴ്ച അല്ലെങ്കിൽ സ്നോഫോൾ ഉണ്ടാകുന്നു. എന്നാൽ ചില പ്രദേശങ്ങളിൽ എന്ത് ചെയ്യുന്നു, ചില സമയങ്ങളിൽ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ജലകണികകൾ തണുത്തുറഞ്ഞ ആ ലെയറുകളിലൂടെ അല്ലെങ്കിൽ തണുത്തുറഞ്ഞ പാളികളിലൂടെ എന്ത് ചെയ്യുന്നു, കടന്നു വരുമ്പോൾ അതെന്തായിട്ട് മാറുന്നു, ഐസ് കട്ടകളായിട്ട് മാറുന്നു. ഐസ് കട്ടകളായിട്ട് ഇങ്ങനെ താഴേക്ക് പതിക്കുന്നു. ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നു, ആലിപ്പഴം അല്ലെങ്കിൽ ഹെയിൽ സ്റ്റോൺ എന്ന് പറയുന്നു. ഹെയിൽ സ്റ്റോൺ എന്ന് പറയുന്നു. അപ്പൊ ഇത് 3 എന്തെന്ന്, ആ വർഷണത്തിന്റെ അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷന്റെ വിവിധ രൂപങ്ങൾ. അപ്പൊ എന്താണ് നമ്മൾ വർഷണം എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞു. ഇനി വർഷണത്തിൽ തന്നെ വരുന്ന, ശ്രദ്ധിച്ചോണം, വർഷണം അല്ലെങ്കിൽ പ്രസിപ്പിറ്റേഷനിൽ തന്നെ നമ്മൾ പറഞ്ഞൊരു സാധനമായിരുന്നു മഴ അല്ലെങ്കിൽ റെയിൻഫാൾ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ മഴയ്ക്ക് ശ്രദ്ധിച്ചോണം, ഇവിടെ പറയുന്ന, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് വിവിധ തരത്തിലുള്ള അല്ലെങ്കിൽ പല തരത്തിലുള്ള മഴകളെ കുറിച്ചാണ്, പല തരത്തിലുള്ള ആ റെയിൻഫോൾസിനെ കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ക്ലാസ്സിലെ അല്ലെങ്കിൽ ഈ പാഠത്തിലെ ഏറ്റവും അവസാനത്തെ ആ ഭാഗമാണിത്. അതുകൊണ്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻ ആണ്, ശ്രദ്ധയോടെ ഇരിക്കുക. അപ്പം പലതരത്തിലുള്ള വിവിധ തരത്തിലുള്ള മഴകൾ ഏതൊക്കെയാണ്, റെയിൻഫോൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ ആദ്യം പറയുന്ന കാര്യം ശ്രദ്ധിച്ചോളുക. ഞാനിവിടെ ഒരു എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു പോവുകയാണ്, ശ്രദ്ധിച്ചോണം. അപ്പൊ ഞാൻ ഇവിടെ വരയ്ക്കുന്നതെന്ന് പറയുന്നത്, ഇവിടെ ഒരു കടലാണ്. എന്താണ്, ഇവിടെ ഒരു കടലാണ്. ഇതെന്ന് പറയുന്നത് എന്താണ്, ഒരു ഓഷ്യൻ അല്ലെങ്കിൽ ഇതൊരു കടലാണ്. എന്തായിരുന്നു, ഒരു കടല്, അല്ലെ? കടൽ അല്ലെങ്കിൽ ഒരു ഓഷ്യൻ ആണ് അല്ലെങ്കിൽ ഒരു സീ ആണ്, അല്ലെ? ശ്രദ്ധിച്ചോളൂ, ഇതൊരു കടലാണ്. അപ്പൊ ഈ കടലിനോട് ചേർന്ന് എന്ത് ചെയ്യുന്നു, ഒരു മല. എന്തായിരുന്നു, കടലിനോട് ചേർന്ന മല. ഉറപ്പാണേ, നമുക്കറിയാം എങ്ങനെയാണ് മഴ ഉണ്ടാകുന്നത്, അല്ലെ? സാധാരണയായിട്ട് മഴ ഉണ്ടാവാൻ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എന്തായിരുന്നു, ആ കടലിൽ നിന്നും ഈ പറയുന്ന പോലെ എന്ത് ചെയ്യുന്നു, ജലകണികൾ നീരാവിയായിട്ട് പോയി അതാണ് മഴയായിട്ട് വരുന്നത് എന്നുള്ള കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇവിടെ ഞാൻ പറയുന്ന കാര്യം ശ്രദ്ധിച്ചോളുക. കടലിൽ നിന്ന് കരയിലേക്ക് കാറ്റ് വീശുന്നുണ്ട്. ശ്രദ്ധിച്ചോളെ, എങ്ങോട്ടേക്ക് വീശുന്നുണ്ട്, ആ കടലിൽ നിന്ന് കരയിലേക്കും കാറ്റ് വീശുന്നുണ്ട്, കരയിൽ നിന്ന് കടലിലേക്കും കാറ്റ് വീശുന്നുണ്ട്. ഈ ഒരു കാര്യം മറക്കരുത്. ഇതിനെക്കുറിച്ച് വിശദമായിട്ട് നിങ്ങൾ 10ാം ക്ലാസ് പഠിക്കും. ശ്രദ്ധിച്ചോളൂ, ഇത്ര മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ആ കടലിൽ നിന്ന് കരയിലേക്കും കരയിൽ നിന്ന് കടലിലേക്കും എന്ത് ചെയ്യുന്നു, കാറ്റ് വീശുന്നുണ്ട്. അപ്പോ ഈ പറയുന്ന കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റുകൾ, കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റുകൾ, കടലിൽ നിന്നും കരയിലേക്ക് വീശുന്ന കാറ്റുകളുടെ പ്രത്യേകത എന്ന് പറയുമ്പോ, കടലിൽ എന്തായിരിക്കും, ഫുള്ള് ജലമാണ്. അപ്പൊ ഈ ജലം എന്ത് ചെയ്യുന്നു, സൂര്യപ്രകാശമേറ്റ് എന്ത് ചെയ്യുന്നു, നീരാവിയായിട്ട് മാറുന്നു. ഈ നീരാവി പൂരിതമായിട്ടുള്ള, ശ്രദ്ധിച്ചോണേ, നീരാവി ആയിട്ടുള്ള അല്ലെങ്കിൽ ആ വേപ്പർ കണ്ടന്റ് ഉള്ള കാറ്റ് എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന കരയിലേക്ക് നീങ്ങുന്നു. ഇങ്ങോട്ടേക്ക് പോകുന്നു, ആ കരയിലേക്ക് നീങ്ങുന്നു, അല്ലെങ്കിൽ ആ ഈ മലയുടെ സൈഡിലോട്ട് പോകുന്നു. ശ്രദ്ധിച്ചോണേ, ഈ മലയുടെ സൈഡിലോട്ട് പോകുന്നു. അപ്പൊ ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ നീരാവി പൂരിതമായിട്ടുള്ള അല്ലെങ്കിൽ ആർദ്രമായ അല്ലെങ്കിൽ ജലകണികകളുള്ള ഈ പറയുന്ന വായു എന്ത് ചെയ്യുന്നു, ഈ മലയുടെ സൈഡിലൂടെ പോകുന്നു. പോയതിനു ശേഷം എന്ത് ചെയ്യുന്നറിയാമോ, ഈ മലയുടെ സൈഡിൽ, അതായത് കാറ്റ് പോകുന്ന ദിശ ഏതാണോ, കാറ്റിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ ഈ വിൻഡിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാണോ, ആ ഡയറക്ഷൻ അനുസരിച്ച് എന്ത് ചെയ്യുന്നു, ആ പ്രദേശത്ത് എന്ത് ചെയ്യുന്നു, നല്ല രീതിയിൽ മഴ ലഭിക്കുന്നു. നല്ല രീതിയിലുള്ള മഴ ലഭിക്കുന്നു. ശ്രദ്ധിച്ചോണേ, നല്ല രീതിയിലുള്ള മഴ ലഭിക്കുന്നു. മഴ ലഭിക്കാനുള്ള കാരണം എന്തായിരുന്നു, ഈ കാറ്റ് കൊണ്ടുവരുന്ന എന്തായിരുന്നു, ജലകണികൾ അല്ലെങ്കിൽ വേപ്പർ കണ്ടന്റ് ആയിരുന്നു, അല്ലെങ്കിൽ നീരാവി പൂരിതമായിട്ടുള്ള വായുവായിരുന്നു ഈ വന്നിരുന്നത്, അല്ലെ? അപ്പൊ ഇങ്ങനെ വായു വന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു, കാറ്റ് വീശുന്ന ഡയറക്ഷനിൽ അല്ലെങ്കിൽ ആ വിൻഡിന്റെ ഡയറക്ഷനിൽ കാറ്റിന്റെ ദിശയ്ക്ക് അനുസരിച്ച് എന്ത് ചെയ്യുന്നു, കാറ്റിന് അഭിമുഖമായ ദിശയിൽ എന്ത് ചെയ്യുന്നു, കൂടുതൽ മഴ ലഭിക്കുന്നു. കണ്ടോ, കൂടുതൽ മഴ ലഭിക്കുന്നു. അപ്പൊ ഈ മലയുടെ ഒരു പ്രദേശത്ത് എന്ത് ചെയ്യുന്നു, നല്ല രീതിയിലുള്ള മഴ ലഭിക്കുന്നു. എന്നാൽ പ്രശ്നം ശ്രദ്ധിച്ചോളുക, ഈ കാറ്റ് എന്ത് ചെയ്യുന്നു, ഇവിടെ നിന്ന് നല്ല രീതിയിൽ മഴ പെയ്തതിനു ശേഷം ബാക്കിയുള്ള വരണ്ട കാറ്റ്, അതായത് ഈ പറയുന്ന ജലകണികൾ ഒട്ടുമില്ലാത്ത കാറ്റ് എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഡ്രൈ ആയിട്ടുള്ള വിൻഡ് എന്ത് ചെയ്യുന്നു, താഴേക്ക് ഈ മലയുടെ മറ്റേ വശത്തേക്ക് പോകുന്നു. മറ്റേ വശത്തേക്ക് പോകുന്ന കാറ്റിനകത്ത് എന്തില്ല, ജലകണികകളില്ല, അല്ലെങ്കിൽ ഇത് ഡ്രൈ ആയിട്ടുള്ള കാറ്റാണ്. അപ്പൊ ഇങ്ങനെ ഡ്രൈ ആയിട്ടുള്ള ജലകണികൾ ഇല്ലാത്ത കാറ്റ് എന്ത് ചെയ്യുന്നു, മലയുടെ മറ്റേ വശത്തേക്ക് വീശുന്നു. അപ്പൊ ഇവിടെ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ ഒന്നും കിട്ടുന്നില്ല. ഇവിടെ എന്ത് കിട്ടുന്നുണ്ടോ, മഴ കിട്ടുന്നുണ്ടോ, ഇല്ല. അപ്പൊ ഇവിടെ എന്ത് കിട്ടുന്നില്ല, മലയുടെ മറ്റു വശത്ത് എന്ത് ചെയ്യുന്നു, തൊട്ടപ്പുറത്തെ ഭാഗത്ത് എന്ത് ചെയ്യുന്നു, മഴ ലഭിക്കുന്നില്ല. അപ്പൊ ഒരു പ്രദേശത്ത് മഴ കിട്ടുന്നു. ഉറപ്പാണ്. അപ്പൊ ഇങ്ങനെ കിട്ടുന്ന മഴയെ നോക്കണം, ഇങ്ങനെ കിട്ടുന്ന മഴയാണ് നമ്മൾ എന്തെന്ന് പറയുന്നു, ഓർഗ്രാഫിക് റെയിൻഫോൾ എന്ന് പറയുന്നു. ഓർഗ്രാഫിക് റെയിൻഫോൾ അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ എന്തെന്ന് പറയുന്നു, ശൈലവൃഷ്ടി എന്തെന്ന് പറയുന്നു, ശൈലവൃഷ്ടി എന്ന് പറയുന്നു. എന്നാൽ ഇംഗ്ലീഷിൽ നമ്മൾ എന്തെന്ന് പറയുന്നു, ഓർഗ്രാഫിക് റെയിൻഫോൾ. അല്ലെങ്കിൽ നമ്മൾ അത് എന്തെന്ന് പറയുന്നു, മലയാളത്തില് ശൈലവൃഷ്ടി, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഓർഗ്രാഫിക് റെയിൻഫോൾ എന്ന് പറയുന്നു. എന്നാൽ ഞാൻ പറഞ്ഞില്ലേ, തൊട്ടിപ്പുറത്തെ പ്രദേശത്ത് എന്താണ്, ഒരു പ്രദേശത്ത് മഴ ലഭിക്കുമ്പോൾ തൊട്ടപ്പുറത്തെ സൈഡിൽ എന്ത് ചെയ്യുന്നു, മഴ ലഭിക്കുന്നില്ല. അങ്ങനെ മഴ ലഭിക്കാത്ത ഈ പ്രദേശത്ത് ശ്രദ്ധിച്ചോണേ, അങ്ങനെ മഴ ലഭിക്കാത്ത ഈ പ്രദേശത്തിനെയാണ്
ഈ പ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റെയിൻ ഷാഡോ റീജിയൻ. എന്തെന്ന് പറയുന്നു? റെയിൻ ഷാഡോ റീജിയൻ. റെയിൻ ഷാഡോ റീജിയൻ അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ എന്തെന്ന് പറയുന്നു? മഴ നിഴൽ പ്രദേശങ്ങൾ. എന്തായിരുന്നു? മഴ നിഴൽ പ്രദേശം. എന്തുകൊണ്ടാണ് ഇതിനെ മഴ നിഴൽ പ്രദേശം എന്ന് പറയുന്നത്? കാരണം ഇവിടെ എന്ത് ചെയ്യുന്നു? ഇവിടെ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ആകാശത്തെ കാർമേഘമൊക്കെ കാണാൻ പറ്റുമെങ്കിലും ഈ കാർമേഘത്തിലുള്ള ഫുള്ള് മഴ എന്ത് ചെയ്യുന്നു? അല്ല ജലഗണികൾ എന്ത് ചെയ്യുന്നു? ഈ മലയുടെ ഒരു ഭാഗത്തായിരിക്കും ലഭിക്കുന്നത്. എന്നാൽ മറ്റേ ഭാഗത്ത് എന്ത് ചെയ്യുന്നില്ല? മഴ ലഭിക്കുകയില്ല. മഴ വളരെ കുറച്ച് അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? പൂർണ്ണമായിട്ടും ലഭിക്കില്ലെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ള പ്രദേശത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നു? മഴ നിഴൽ പ്രദേശം അല്ലെങ്കിൽ റെയിൻ ഷാഡോ റീജിയൻ എന്ന് പറയുന്നു. എന്നാൽ ഇങ്ങനെ കിട്ടുന്ന മഴയാണ്, ഇവിടെ കിട്ടുന്ന മഴയാണ് നമ്മൾ എന്തെന്ന് പറയുന്നു? ശൈലവൃഷ്ടി അല്ലെങ്കിൽ ഓർഗ്രാഫിക് റെയിൻഫോൾ എന്ന് പറയുന്നു. ഓർഗ്രാഫിക് റെയിൻഫോൾ എന്ന് പറയുന്നു. അപ്പോ ഇത് ഒരു തരത്തിലുള്ള മഴ. അപ്പൊ മഴയിലെ ഏറ്റവും ആദ്യത്തെ ടൈപ്പ് മഴയാണ് നമ്മൾ പറഞ്ഞത് ഓർഗ്രാഫിക് റെയിൻഫോൾ അല്ലെങ്കിൽ ശൈലവൃഷ്ടി. എന്താണ് ശൈലവൃഷ്ടി എന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണും. ഇനി ഞാൻ പറയാൻ പോകുന്ന മഴയുടെ പേര്, രണ്ടാമതായിട്ട് ഞാൻ പറയാൻ പോകുന്ന മഴയുടെ പേരെന്ന് പറയുന്നതാണ് സംവഹന മഴ. എന്തായിരുന്നു? സംവഹന മഴ. എന്തായിരുന്നു? സംവഹന മഴ. എന്തായിരുന്നു? സംവഹന മഴ. അല്ലെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം കൺവെക്ഷണൽ റെയിൻ. കൺവെക്ഷണൽ എന്തെന്ന് പറയാം? കൺവെക്ഷണൽ റെയിൻ അല്ലെങ്കിൽ നമുക്ക് പറയാം സംവഹന മഴ. ഈ സംവഹന മഴയുടെ പ്രത്യേകത അല്ലെങ്കിൽ കൺവെക്ഷണൽ റെയിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് സാധാരണയായിട്ട് എവിടെയാണ് കൂടുതലായിട്ടും സംവഹന മഴ ഉണ്ടാകുന്നത്? ശ്രദ്ധിച്ചോളുക. സാധാരണയായിട്ട് നമുക്കറിയാം ഏറ്റവും കൂടുതലായിട്ട് ചൂട് കിട്ടുന്ന പ്രദേശം, നമുക്കറിയാം ഭൂമിയിൽ ഏറ്റവും കൂടുതൽ ചൂട് കിട്ടുന്ന പ്രദേശം എന്ന് പറയുന്നത് എവിടെയായിരിക്കും? മധ്യരേഖാ പ്രദേശത്ത് അല്ലെങ്കിൽ ഇക്വേറ്റർ റീജിയൻ അല്ലെങ്കിൽ ഭൂമധ്യരേഖാ പ്രദേശത്തായിരിക്കും. അപ്പൊ ഈ ഭൂമധ്യരേഖാ പ്രദേശത്തോട് അടുത്ത് അല്ലെങ്കിൽ ചൂട് ഏറ്റവും കൂടുതൽ കിട്ടുന്ന ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ, ഇത്രയും ചൂട് കിട്ടുന്ന ഇക്വേറ്റർ റീജിയനിലോ അല്ലെങ്കിൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലായിരിക്കും എന്ത് ചെയ്യുന്നത്? സാധാരണയായിട്ട് സംവഹന മഴ ഉണ്ടാവാറുള്ളത്. അപ്പൊ എന്തുകൊണ്ട് സംവഹന മഴ ഉണ്ടാകുന്നു? ഞാനൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. നല്ല ചൂടുള്ള സമയങ്ങളിൽ, ഏറ്റവും കൂടുതൽ ചൂടുള്ള സമയത്തായിരിക്കും ഏറ്റവും നല്ല സംവഹന മഴ ഉണ്ടാകുന്നത്. അതിന് കാരണം എന്തായിരിക്കും? ശ്രദ്ധിച്ചോണം, ഞാൻ പറയുന്നതിന് ശ്രദ്ധിച്ചോണം. സംവഹന മഴയ്ക്ക് കാരണം എന്ന് പറയുന്നത്, അപ്പൊ മഴ ഉണ്ടാകാനുള്ള കാരണം ഞാൻ പറഞ്ഞു എന്തായിരുന്നു? ഈ കടലിൽ നിന്നും നീരാവി എന്ത് ചെയ്യുന്നു? മുകളിലോട്ട് പോകുന്നുണ്ടല്ലേ? അപ്പൊ നീരാവി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ചൂട് വേണം. എന്ത് വേണം? നീരാവി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ചൂട് വേണം. അപ്പൊ നല്ല രീതിയിൽ ചൂട് കിട്ടുന്ന പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങൾ അല്ലെങ്കിൽ ഇക്വേറ്റർ റീജിയനിൽ നല്ല രീതിയിൽ ചൂട് കിട്ടുമ്പോൾ ഈ ചൂട് കിട്ടുന്ന സമയത്ത് കടലിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ജലഗണികൾ എന്ത് ചെയ്യുന്നു? നീരാവിയായിട്ട് എവിടേക്ക് പോകുന്നു? മുകളിലോട്ട് പോകുന്നു. നീരാവിയായിട്ട് മുകളിലോട്ട് പോകുന്നു. നീരാവിയായിട്ട് മുകളിലോട്ട് പോകുന്നു. കൂടുതൽ ചൂട് കിട്ടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യുന്നു? കടലിലുള്ള ജലഗണികൾ എന്തായിട്ട് മാറുന്നു? നീരാവിയായിട്ട് അല്ലെങ്കിൽ വേപ്പറായിട്ട് മാറുന്നു. ഇങ്ങനെ വേപ്പറായിട്ട് മാറിയ മഴയാണ് എന്ത് ചെയ്യുന്നത്? ഉച്ച തിരിഞ്ഞുള്ള സമയങ്ങളിൽ. എപ്പോഴായിരുന്നു? ആഫ്റ്റർനൂൺ, ഉച്ചയ്ക്ക് ശേഷമാണ് സാധാരണ ഗതിയിൽ എന്തുണ്ടാവാറുള്ളത്? ഈ സംവഹന മഴ ഉണ്ടാവാറുള്ളത്. എപ്പോഴായിരുന്നു? ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ആഫ്റ്റർനൂൺ. അങ്ങനെയുള്ള ഈ എന്ത് ചെയ്യുന്നു? ഈ നീരാവിയായിട്ട് വന്ന ജലഗണികൾ എന്ത് ചെയ്തു? മഴയായിട്ട് പെയ്യുന്നു. എവിടെ പെയ്യുന്നു? നമ്മുടെ ഇക്വേറ്റർ റീജിയൻ അല്ലെങ്കിൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ചൂട് കൂടിയ പ്രദേശത്താണ് എന്തുണ്ടാകുന്നത്? സംവഹന മഴ ഉണ്ടാകുന്നത്. ഇത് ഏത് സമയത്താണ് ഉണ്ടാകുന്നത്? സാധാരണയായിട്ട് ഉച്ചയ്ക്ക് ശേഷമാണ് ഉണ്ടാകുന്നത്. ഇത് വളരെ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു സംഭവമാണ് കേട്ടോ. വളരെ അപൂർവമായിട്ട് കാണപ്പെടുന്നതല്ല. എന്നും ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്? ഈ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ സംവഹന മഴ ഉണ്ടാവാറുണ്ട്. മാത്രമല്ല സംവഹന മഴയ്ക്കുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ മഴയുടെ കൂടെ തന്നെ എന്ത് ചെയ്യുന്നു? നല്ല ശക്തമായിട്ടുള്ള ഇടിമിന്നലും കാണാനുള്ള സാധ്യതയുണ്ട്. ശക്തമായിട്ടുള്ള ഇടിമിന്നലും കാണാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സംവഹന മഴ എന്ന് പറയുന്നത് എന്തായിരുന്നു? ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുന്ന ചൂട് കൂടിയ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഉഷ്ണമേഖലാ പ്രദേശങ്ങളിൽ അല്ലെങ്കിൽ ഇക്വേറ്റർ റീജിയനിൽ ഉണ്ടാകുന്ന മഴയാണ് നമ്മൾ എന്തെന്ന് പറയുന്നു? സംവഹന മഴ എന്ന് അല്ലെങ്കിൽ കൺവെക്ഷണൽ റെയിൻ എന്ന് പറയുന്നു. മൂന്നാമതായും ഏറ്റവും അവസാനത്തേതുമായിട്ടുള്ള മഴയെക്കുറിച്ചാണ് ഞാൻ ഇനി പറയാൻ പോകുന്നത്. ഇതും ശ്രദ്ധയോടെ ഇരിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മൾ മൂന്നാമത് പറയാൻ പോകുന്ന മഴ. തൊട്ട് മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു കടലിൽ നിന്ന് കരയിലേക്കും കാറ്റ് വീശാറുണ്ട്, കരയിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? കടലിലേക്കും കാറ്റ് വീശാറുണ്ട്. അങ്ങനെ രണ്ട് സൈഡിൽ നിന്നും കാറ്റ് വീശാറുണ്ടെന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പിന്നെയും വരയ്ക്കുന്നു. ശ്രദ്ധിച്ചോണേ, അതായത് ഇത് കടല്. ശ്രദ്ധിച്ചോണേ, ഇതെന്താണ്? ഒരു കടല്. അതുപോലെ തന്നെ കടലിനോട് ചേർന്ന് എന്താണ്? കരയായിട്ട് കാണപ്പെടുന്നത്. ഇത് കടൽ. ഇത്രയും ഭാഗം എന്തായിരുന്നു? കടല്. ഈ കടലിനോട് ചേർന്ന് എന്താണ്? കര. ഇത് കരഭാഗം അല്ലെ? എന്തായിരുന്നു? കരഭാഗം. ഇതെന്ന് പറയുന്നത് എന്തായിരുന്നു? കടലായിരുന്നു. ശ്രദ്ധിച്ചോണേ, അപ്പൊ കടലും കരയും ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. അപ്പൊ കടലിൽ നിന്ന് കാറ്റ് എങ്ങോട്ടേക്ക് വീശാന്ന് പറഞ്ഞു? കരയിലേക്ക് വീശാന്ന് പറഞ്ഞു അല്ലെ? പറഞ്ഞു. അതുപോലെ തന്നെ കരയിൽ നിന്ന് എന്ത് ചെയ്യാന്ന് പറഞ്ഞു? കാറ്റ് എങ്ങോട്ടേക്ക് വീശാന്ന് പറഞ്ഞു? കടലിലേക്കും വീശാന്ന് പറഞ്ഞു അല്ലെ? ശ്രദ്ധിച്ചോളുക. കടലിൽ നിന്ന് കാറ്റ് കരയിലോട്ടും വീശാം, കരയിൽ നിന്ന് കാറ്റ് കടലിലോട്ടും വീശാം. ഇങ്ങനെ വീശുന്ന സമയത്തുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് ശ്രദ്ധിച്ചോണം, കടലിൽ നിന്ന് വീശുന്ന കാറ്റും കരയിൽ നിന്ന് വീശുന്ന കാറ്റും, ശ്രദ്ധിച്ചോണേ, കടലിൽ നിന്ന് വീശുന്ന കാറ്റും
കരയിൽ നിന്ന് വീശുന്ന കാറ്റ് എന്ത് ചെയ്യുന്നു, പരസ്പരം കൂട്ടിമുട്ടുകയാണെന്ന് നിങ്ങൾ വിചാരിക്കുക. എന്ത് ചെയ്യുന്നു, കടലിൽ നിന്ന് വീശുന്ന കാറ്റും കരയിൽ നിന്ന് വീശുന്ന കാറ്റും എന്ത് ചെയ്യുന്നു, പരസ്പരം കൂട്ടിമുട്ടുന്നവരെന്ത് ചെയ്യുന്നു, പരസ്പരം എന്ത് ചെയ്യുന്നു, കൂട്ടിമുട്ടുന്നു. ഇങ്ങനെ പരസ്പരം കൂട്ടിമുട്ടുന്ന സമയത്ത് ചൂട് കൂടുതലുള്ള കാറ്റ് ഏതാണോ, ശ്രദ്ധിച്ചോണേ, ഇതിനകത്ത് ചൂട് കൂടുതലുള്ള കാറ്റ് ഏതാണോ, അല്ലെങ്കിൽ ഉഷ്ണവായു ഏതാണോ, അല്ലെങ്കിൽ കൂടുതൽ ഹോട്ടായിട്ടുള്ള എയർ ഏതാണോ, ആ എയർ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഉഷ്ണവായു എന്ത് ചെയ്യുന്നു, അങ്ങ് മുകളിലേക്ക് ഉയരുന്നു. അങ്ങ് ഇങ്ങോട്ടേക്ക് ഉയരുന്നു, മുകളിലോട്ട് ഉയരുന്നു. എന്ത് ചെയ്യുന്നു, അപ്പൊ എന്ത് ചെയ്യുന്നു, ഞാൻ അവിടെ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കരയിൽ നിന്നും കടലിൽ നിന്നും എന്ത് ചെയ്യുന്നു, കാറ്റുകൾ എന്ത് ചെയ്യുന്നു, പരസ്പരം വീശുന്ന സമയത്ത് ഇവർ തമ്മിൽ പരസ്പരം കൂട്ടിമുട്ടുകയും ഇതിനകത്ത് ചൂട് കൂടിയ വായു എന്ത് ചെയ്യുന്നു, മുകളിലോട്ട് ഉയരുന്നു എന്ന് പറഞ്ഞല്ലേ. ചൂട് കൂടിയ വായു എന്ത് ചെയ്യുന്നു, മുകളിലോട്ട് ഉയരുന്നു എന്ന് പറഞ്ഞല്ലേ. അങ്ങനെ മുകളിലോട്ട് ഉയരുന്ന വായു എന്ത് ചെയ്യുന്നു, മേഘങ്ങൾ ഉണ്ടാക്കുന്നു. എന്തുണ്ടാക്കുന്നു, മഴമേഘങ്ങൾ ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ റെയിൻ ക്ലൗഡ്സ് ഉണ്ടാക്കുന്നു. ഈ റെയിൻ ക്ലൗഡ്സ് എന്ത് ചെയ്യുന്നു, മഴയ്ക്ക് കാരണമാക്കുന്നു. എവിടെ ഉണ്ടാക്കുന്നു, മഴയ്ക്ക് കാരണമാക്കുന്നു. ഈ മഴ എവിടെ ആയിരിക്കും പെയ്യുന്നത്, മഴയ്ക്ക് കൂടുതൽ സാധ്യത എവിടെയായിരിക്കും, ഈ തീരദേശത്തായിരിക്കും അല്ലെ. തീരദേശം അല്ലെങ്കിൽ നമുക്ക് പറയാം കടലിനും കരയോടും ചേർന്ന പ്രദേശങ്ങൾ, അങ്ങനെയുള്ള ഇതിന്റെ ഇടയിൽ വരുന്ന ഭാഗത്തിനാണ് നമ്മൾ തീരദേശം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ തീരദേശത്ത് കൂടുതൽ മഴയ്ക്ക് കാരണമാകുന്നു എന്ത്, ഈ പറയുന്ന കടലിൽ നിന്നും കരയിൽ നിന്നും വരുന്ന കാറ്റുകൾ അല്ലെ. അപ്പൊ ഇങ്ങനെ ഉണ്ടാകുന്ന മഴയെ തീരദേശത്ത് സംഭവിക്കുന്ന മഴയാണ് നമ്മൾ തീരദേശ മഴ എന്ന് പറയുന്നു. തീരദേശ മഴ എന്ന് പറയുന്നു. തീരദേശ മഴ, അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നു ബോർഡർ റെയിൻ. എന്തെന്ന് പറയുന്നു, ബോർഡർ റെയിൻ. കാരണം ഇതിന്റെ രണ്ടിന്റെയും, കരയുടെയും കടലിന്റെയും ഇടയിലുള്ള ഈ ബോർഡർ അല്ലെ, ആ ഒരു ഭാഗത്ത് മഴ കൂടുതലായിട്ട് ലഭിക്കുന്നതുകൊണ്ടാണ് നമ്മൾ എന്തെന്ന് പറയുന്നു, ബോർഡർ റെയിൻ അല്ലെങ്കിൽ തീരദേശ മഴ എന്ന് നമ്മൾ പറയുന്നു. തീരദേശ മഴ എന്താന്നുള്ള കാര്യം മറക്കരുത്. സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതോടുകൂടി നമ്മുടെ ക്ലാസിന്റെ ഏറ്റവും അവസാനത്തെ ഭാഗമാണ് ഞാൻ അവിടെ പറഞ്ഞു നിർത്തിയത്. അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് എന്ത് ചെയ്യുക, അധ്യാപകരോട് ചോദിക്കുക, അല്ലെങ്കിൽ വാട്സാപ്പിൽ നിങ്ങൾ മെസ്സേജ് അയക്കുന്ന കൂട്ടത്തിൽ എന്ത് ചെയ്യുക, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട പൂർണ്ണമായിട്ടുള്ള നോട്ട് അല്ലെങ്കിൽ ഫുൾ നോട്ട് ഞാൻ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ഈ വീഡിയോയുടെ കൂടെ കിട്ടുന്നതായിരിക്കും. അപ്പൊ ഇത് വിശദമായിട്ട് പഠിക്കുക. നല്ല ഒരുപാട് പഠിക്കാനുള്ള ഈ പാഠത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. അപ്പൊ വളരെ ശ്രദ്ധയോടെ ഇരുന്ന് പഠിക്കുക. ചില കാര്യങ്ങൾ എന്ത് ചെയ്യുക, പിന്നെയും റിപ്പീറ്റ് ചെയ്ത് വായിച്ചു നോക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കണം. പരീക്ഷയ്ക്ക് അടുത്ത ദിവസം ടെസ്റ്റ് പേപ്പർ ആണ്. സോ അതുകൂടി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ ഇത്രയാണ് നമുക്ക് ആദ്യത്തെ പാഠത്തിൽ പഠിക്കാനുള്ളത്. അപ്പൊ എല്ലാവർക്കും നന്ദി.